ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾ ആരും ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു അടിപൊളി കറിയാണ്. ഈ കറിയെ തയ്യാറാക്കാനായി നമ്മുടെ പറമ്പിലുള്ള ഒരു ചേന കളച്ചെടുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി ഇതുപോലെയുള്ള ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതാണ്. ഇനി ഒരു കുക്കറിലേക്ക് കഴുകി വെച്ച ചേന ഇട്ട് കൊടുത്ത്, പറമ്പിൽ നിന്ന് കളച്ചെടുത്ത ചേന ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. കടയിൽ നിന്ന് വാങ്ങുന്ന ചേനയാണെങ്കിൽ അധികം വേവില്ല, പെട്ടെന്ന്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു വഴനയില, ഒരു ഗ്രാമ്പൂ, 2 ഏലക്കായ തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ കുരു ചേർത്ത് കൊടുക്കണം. ഒരു കഷ്ണം ജാതിപത്രിയും ചേർത്ത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സവാള ചതുര കഷ്ണങ്ങളായി മുറിച്ചതും 3 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് 3 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ പാകത്തിന് ചേന വെന്ത് കിട്ടും. കടയിൽ നിന്ന് വാങ്ങുന്ന ചേനയാണെങ്കിൽ 5-6 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ മതി. 5-6 വിസിൽ വന്ന് ഓഫ് ചെയ്ത് തണുത്ത ശേഷം തുറന്നെടുത്താൽ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇനി മിക്സി ജാറിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുത്ത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത ശേഷം അതിലേക്ക് 5-6 അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ആ കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നൈസായിട്ട് അരച്ചെടുക്കണം. അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നൈസായി അരച്ച് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി 3 വിസിൽ വന്ന് തണുത്ത ശേഷം കുക്കർ തുറന്നു. കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ അണ്ടിപ്പരിപ്പ് മിക്സ് ചേർത്ത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല പോലെ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്. കയ്യിലുണ്ട് അധികം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞു പോകും. അതുകൊണ്ട് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം അതിൽ ഉപ്പൊക്കെ നോക്കി, ഉപ്പെല്ലാം വേണമെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കറിയിൽ ചാറ് വേണ്ടതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഈ പാകത്തിൽ ചാറ് മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പില്ലാത്തതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടി ഇഷ്ടമില്ലാത്തവർ പച്ചമുളക് തന്നെ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് ഇതുപോലെ തിളച്ച് വന്നാൽ മതി. കുറേ സമയം തിളച്ച് വരണ്ട. ഇതേപോലെ തിളച്ച് വരുന്ന സമയത്ത്, ഒന്ന് തിള വരുന്ന സമയത്ത് തന്നെ തീ ഓഫ് ചെയ്ത് കുരുമുളക് പൊടി ഇട്ട ശേഷം ഇതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി, കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. ഫ്രഷ് കറിവേപ്പിലയും ഇട്ട് കസ്തൂരി മേത്തി കുറച്ച് കയ്യിൽ തിരുമ്പി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കസ്തൂരി മേത്തി തിരുമ്പി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ലൊരു സ്മെല്ലാണ് ഉണ്ടാവുക. ഇങ്ങനെ തിരുമ്പി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ നനച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് കറി മാറ്റാം. ഇത് മില്ലറ്റ് മണിച്ചോളം കൊണ്ടുള്ള പുട്ടാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് പുട്ടാണ് മണിച്ചോളം പുട്ട്. ഷുഗർ, കൊളസ്ട്രോള്, തൈറോയിഡിലുള്ളവർക്ക് നല്ല പോലെ കഴിക്കാൻ പറ്റിയ ഒരു മില്ലറ്റാണ് മണിച്ചോളം. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.